സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കണേ. കാരണം ഈ വീഡിയോയ്ക്ക് ക്വാളിറ്റി കുറവാണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു റെസിപ്പി, ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി 100% മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഒരു ചട്ടി എടുക്കുക, ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ വീഴ്ത്തുക. എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എണ്ണയാട്ടോ ഇതിലെടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് സവാള നെറുകെ കീറിയതാണ് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഒരു ഭാഗം 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ ഒരു തക്കാളി ഉണ്ടായിരുന്നോ, ഇതിൻ്റെ ഷേപ്പ് നോക്കിയേ, നമ്മുടെ ഈ കടലേരയൊക്കെ ഷേപ്പ് മാതിരി അല്ലേ. അപ്പോൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന ഈ നമ്മുടെ സവാള അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഇട്ട് 2 മിനിറ്റ് വേവിച്ചെടുക്കുക. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൊരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളേ. അപ്പോൾ ഇതിലോട്ട് തക്കാളി ചേർക്കുമ്പോൾ നിങ്ങളിപ്പോൾ 4 സവാളയ്ക്ക് 4 തക്കാളി ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നു. ഇതിൻ്റെ പുളിപ്പനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഉള്ളി മൊരിയിക്കുന്ന സമയത്ത് അതിലോട്ട് നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇതിപ്പോൾ നോക്കിയാൽ നല്ലപോലെ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോയും നമുക്കിങ്ങനെ നെടുകെ കീറി നമുക്കിതിലോട്ടിട്ട് 2 മിനിറ്റ് നേരം ഒരു വശം, മറുവശം 2 മിനിറ്റ് നേരം കൂടെ നല്ലപോലെ മൊരിയിച്ചോട്ടെടുക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഇതിൽ സവാളയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ നമ്മൾ മൊരിയിച്ച് വെച്ചിരിക്കുന്നതിനെ എടുത്ത് നല്ലപോലെ ചതച്ചെടുക്കാം. നല്ലപോലെ ചതയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ഈ പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. ആ രീതിക്ക് വേണം നിങ്ങളിതിനെ ചതച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതിലോട്ട് ചെറിയ ഉള്ളിയും കൂടെയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോഴല്ല, നമ്മൾ അതിലോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്കിതിലേക്ക് കിട്ടുവേ. പിന്നെ ഇതിലോട്ട് വേണ്ടത് 5 വറ്റൽമുളകാണ്. വറ്റൽമുളക് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു നോർമൽ മുളകാണ് ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ. നമ്മുടെ പൊടിച്ച മുളക് അതാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയൊക്കെ ഒരു വശം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് മറുവശവും കൂടെ നമുക്ക് നല്ലപോലെ ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാവേ. ഇതും ഒരു ഗോൾഡൻ കളറായിട്ട് വന്നാൽ മാത്രമേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. തക്കാളിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും. പക്ഷേ പുളി കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് പോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള തക്കാളിയുടെ പുളി അനുസരിച്ച് മാത്രം വേണം നിങ്ങൾ തക്കാളി തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നോക്കി, അപ്പം നമ്മുടെ തക്കാളി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഈ ചട്ടിയിലോട്ട് തന്നെ ഞാൻ ബട്ടറാണ് ഇടുന്നത് കേട്ടോ. ബട്ടർ ഇടുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഇടണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ഒരു ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടി ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ചതച്ച് വെച്ചേക്കുന്ന കണ്ടോ, ചെറുതായിട്ട് ചതച്ചാൽ മതി, ഓവറായിട്ട് ചതയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് തക്കാളി സ്കിന്ന് കളഞ്ഞെടുക്കാം. ചില സമയങ്ങളിൽ സമയമില്ലാത്ത സമയങ്ങളിൽ ഞാൻ ഇതിൻ്റെ സ്കിന്ന് വിടാറുണ്ട് കേട്ടോ. നമുക്ക് വേറെ ദോഷമൊന്നും ഇത് ചെയ്യുന്നില്ലല്ലോ. ഇതുപോലെ നന്നായിട്ട് ചതച്ച് കൊടുക്കുക. ഇത് വലിയൊരു ബലപ്രയോഗത്തിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ. അതാന്ന് പറയുമ്പോൾ നമുക്കിത് ചെയ്ത് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ചതച്ച മുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പൊടിമുളക് ചേർക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആ ചട്ടിയിൽ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളകാണ് ഇതിന് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, ചട്ടിയിലോട്ട് നമുക്ക് ഈ ഒരു മിക്സും കൂടെ തട്ടി നമ്മുടെ